വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം പ്രഭാഷകൻ 1:23. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തൻ്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവൻ്റെ വിവേകത്തെ പ്രകീർത്തിക്കും. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടി വിടരും. ഇന്ന് ഞാൻ വൈകുന്നേരം ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് മഞ്ഞമ്മ ചേർച്ച്. അവിടെ ഒരു അഡോറേഷൻ ചാപ്പലുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. വളരെ സമാധാനപൂർവ്വം അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ സാധിക്കും. പള്ളിക്കാരുടെ കൃപ കൊണ്ട് AC ഒക്കെ വെച്ചിട്ടുണ്ട്. വളരെ ധ്യാനിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. കാരണം വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ ഈ വെറുതെ വഴിവക്കിലിരുന്ന് പാചകമടിക്കുന്ന ഗ്രൂപ്പുകളിൽ ഒക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഈ ചാപ്പലിൽ പോകണമെന്നാണ് ആഗ്രഹം. അത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് ഞാൻ കരുതുന്നു. അത് വളരെയധികം സന്തോഷം നൽകും, സമാധാനം നൽകും. അപ്പോൾ അവിടെ ഇന്ന് പോകുന്ന വഴിക്ക് ഒരു പുതിയ കാറ്, അയാളുണ്ട്, ഡ്രൈവറുണ്ട്, അയാളുടെ ഭാര്യയുണ്ട്, ഒരു പട്ടിയുണ്ട്. ഇവരിങ്ങനെ ഒരു സ്ലോപ്പിൽ വന്നിട്ട് ഇങ്ങനെ അത് കയറ്റിക്കൊണ്ടിരിക്കുക. കാറ് നിന്നുപോയി. അയാൾക്ക് ഡ്രൈവിംഗ് പുതിയതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗിയർ വീഴുന്നില്ല. അങ്ങനെ ഭയങ്കര ടെൻഷൻ. അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഒരു ടാക്സിക്കാരൻ കൊണ്ടു നിർത്തി ഹോണടി ബഹളം. അപ്പോൾ അയാളോട് പറഞ്ഞു കുറച്ചും കൂടി മാറ്റി നിർത്ത്, കാരണം സ്ലോപ്പിൽ നിൽക്കണ കാരണം ഇയാൾ ഫ്രണ്ടിലേക്ക് എടുക്കാൻ നോക്കുമ്പോഴേക്കും കാറ് പുറകിലേക്ക് പോകും. അപ്പോൾ ഒന്ന് മാറ്റി നീ ഒന്ന് റിവേഴ്സ് എടുക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ടാക്സി ഓടിക്കുന്ന ആള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആ റോഡ് റേജ് എന്നൊക്കെ പറയില്ലേ, ഭയങ്കര കോപിച്ച് ഇയാളെടുത്ത് എന്തൊരു കോപം. ദൈവകൃപയാൽ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, കാറിനകത്ത് ഇരുന്നിട്ട് പറഞ്ഞു അത് ഹാൻഡ് ബ്രേക്ക് ഇട് എന്നൊക്കെ വളരെ സമാധാനത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് എടുത്ത് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് നോക്കിയേ. ഇയാളും തിരിച്ചെന്തൊക്കെ പറയുന്നു, അയാളും എന്തൊക്കെ ഭയങ്കര. അപ്പോൾ ആ നിമിഷത്തിൽ വേണമെങ്കിൽ ഒരു കൊലപാതകം വരെ നടക്കാം. കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഈ ഒരുവിധമുള്ള പ്രോബ്ലമൊക്കെ ആദ്യം ക്ഷമയുണ്ടെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രോബ്ലം ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും. മിണ്ടാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് എണീറ്റ് പോയാൽ മതി, അല്ലെങ്കിൽ ഈ എല്ലാവരുടെയും അടുത്ത് വാക്പായിട്ട് നടത്താതിരുന്നാൽ മതി. നമ്മൾ വിജയിക്കണമെന്നൊരു ചിന്ത. അപ്പോൾ ക്ഷമ വേണമെങ്കിൽ എളിമ വേണം. എളിമ വേണമെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് വേണം. ആ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ കർത്താവിൻ്റെ മകനും മകളുമാണെന്നുള്ള തിരിച്ചറിവ്. അപ്പം മനുഷ്യരുടെ പ്രശംസ നമുക്ക് ആവശ്യമില്ല. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ പരമാർത്ഥ ഹൃദയരായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തെളിമയുള്ളവരാണ്. ഇന്നലത്തെ പെർഫെക്റ്റായിട്ട് ആരുമില്ല. ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ
തെളിമ ഇന്ന് ഉണ്ട്. അപ്പം അങ്ങനെ ക്രിസ്തുവുമായ ഒരു സ്നേഹ ബന്ധത്തിൽ ഏഹ്, ബന്ധത്തിലായിരിക്കുന്നവന് മനുഷ്യരുടെ പ്രീതി ആവശ്യമില്ല. അത് തന്നെ വളരെയധികം സെൽഫ് കോൺഫിഡൻസ് നൽകുന്നതാണ്. മനുഷ്യരുടെ മുമ്പിൽ വിജയിക്കാനൊന്നും നമ്മൾ സമയം കളയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എളിമപ്പെടാൻ സാധിക്കും, ക്ഷമിക്കാൻ സാധിക്കും. അപ്പം നമ്മളെ കോപിപ്പിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അവ കുറച്ച് ക്ഷമിച്ച് കഴിയുമ്പോൾ സിറ്റുവേഷൻ തന്നെ മൊത്തത്തിൽ അത് മാറിപ്പോകും. അത് വളരെ വളരെയധികം മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് ക്രിസ്മസ് ഈവിന് എനിക്ക് അപ്പോൾ പള്ളിയിലത്തെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷ് ചെയ്യാണ്. ഞാനൊരാളെ വിഷ് ചെയ്യാനായിട്ട് കൈ നീട്ടി, അയാൾ അതിനെ റെസ്പോണ്ട് ചെയ്തില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ക്രിസ്മസ് ഈവ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഒരു സംഭവം. അയാൾക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ടാകാം. അപ്പോൾ ആ ക്രിസ്മസ് മുഴുവൻ നശിപ്പിച്ച് കളയാൻ എനിക്ക് ക്ഷമ ആ സമയത്ത് ഇല്ലെങ്കിൽ ആ ക്രിസ്മസ് മുഴുവൻ ആ മൂഡ് കളയാൻ ഞാൻ പൊട്ടിത്തെറിച്ചാൽ മതി. എനിക്ക് ഭയങ്കര ദുഃഖമായിപ്പോയി. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പം അതിന് 2 ദിവസം മുമ്പ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പറഞ്ഞ് ശത്രുക്കൾക്ക് നന്മ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ തന്നെ പറയുകയുണ്ടായി, ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലാൻ മരണവനൊന്നും ആയിരിക്കില്ല. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ ആയിരിക്കാം, പക്ഷെ ഇടയ്ക്ക് നമ്മൾ വേദനിപ്പിക്കുന്ന ആ മൊമെൻറ്റിൽ ഈസ് അവർ എനിമി. ഞാനിങ്ങനെ ഇരുന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറയുന്നതിനൊക്കെ എതിരായിട്ടാണല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് മനുഷ്യരുടെ പ്രശംസയും നല്ല പെരുമാറ്റമൊന്നും ആവശ്യമില്ല. അങ്ങയുടെ മുന്നിൽ തെറ്റിയാതിരിക്കുക, അങ്ങയുടെ പ്രീതിയിൽ നിലനിൽക്കുക, അത് മാത്രമാണ് എനിക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പഠിപ്പിച്ച പോലെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 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 മനസ്ഥിതിയിൽ ഞാൻ തുടർന്നു. ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം, മാക്സിമം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും the entire situation has changed. ഞാൻ ആ the entire situation has changed for the better. എല്ലാം നല്ല പോസിറ്റീവായിട്ടിരിക്കുന്നു, നല്ല സന്തോഷത്തിലിരിക്കുന്നു. ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പൊട്ടിത്തെറിക്കും. നിസ്സാര പ്രകോപനങ്ങൾ മതി നമ്മൾ പൊട്ടിത്തെറിക്കാൻ. അതേസമയം നമ്മുടെ ഉള്ളിൽ ശാന്തതയാണ് ഉള്ളതെങ്കിൽ ക്ഷമാശീലം വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമുക്ക് വരും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ഒരുവനെ ബോഷ എന്ന് വിളിക്കുന്നത് തന്നെ സൂക്ഷിച്ചു വേണം. കാരണം അവൻ്റെ കാവൽ മാലാഖമാർ ദൈവത്തിനോട് മുഖാമുഖം നോക്കി സ്വർഗത്തിൽ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. അവനും അവളോ അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന കാര്യം ഒരിക്കലും മറക്കരുത് എന്ന് കർത്താവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡ്വഞ്ചർ റൈഡ് എന്ന് പറയും. ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ ഗോയിങ്. ഇറ്റ് ഈസ് എൻ അഡ്വഞ്ചർ.
ആൻഡ് സന്തോഷപ്രദമായ ഒരു സാഹസിക യാത്രയാണ് ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം. അപ്പം അത് അനുഭവിക്കണമെങ്കിൽ ഹൃദയ പരമാർത്ഥതയാണ് ഏറ്റവും ആവശ്യം. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ എളിമ, പാപങ്ങളെ ഏറ്റുപറച്ചിൽ, പശ്ചാത്താപം, പാപങ്ങൾ ചെയ്യാതിരിക്കുവാനുള്ള ദൃഢമായ ഒരു പ്രതിജ്ഞ. കാരണം കർത്താവാണ് നമുക്ക് നമ്പർ 1, ഈ പാപങ്ങളല്ല. അപ്പം അങ്ങനെ ആ അനുദിനം നേരത്തെ ഞാൻ പറയാറുള്ളത് പോലെ ക്രിസ്തു നമ്മളിൽ വളരുകയും നമ്മൾ കുറയുകയും വേണം. അത് ഭയങ്കര ആനന്ദ നൽകുന്ന ഒരു യാത്രയാണ്. അപ്പം ആദ്യമൊക്കെ ഇത്തിരി പ്രോബ്ലം നമുക്ക്, വി ഷുഡ് ഗെറ്റ് ട്രെയിൻഡ്. അപ്പം ആദ്യം ഒരു പട്ടിക്കുട്ടീനെയൊക്കെ ആദ്യമേ നമ്മൾ ചങ്ങലക്കിടുമ്പോൾ അത് പൊട്ടിക്കാനുള്ള വെപ്രാളം കാണിക്കും. പക്ഷെ കുറച്ച് പ്രശിക്ഷണം കിട്ടിക്കഴിയുമ്പോൾ എല്ലാ കമാൻഡും അത് ചങ്ങലയുടെ ആവശ്യമൊന്നുമില്ല. അത് ബലം പ്രയോഗിക്കാതെ തന്നെ അത് ശരിയായ പാതയിലൂടെ നടക്കും. അപ്പം അത് മനുഷ്യനും ബാധകമാണ്. ഒരു പാപി പശ്ചാത്തപിച്ച് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ക്രിസ്തുവിനാൽ നയിക്കപ്പെടണമെങ്കിൽ ആദ്യം ഒരു തീരുമാനം, എനിക്ക് ക്രിസ്തു മതി, ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നടന്നാൽ മതി. ഇത്ര കാലം എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നടന്നിട്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. ഇനിയുള്ള കാലം ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ നായകൻ എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് വിധേയപ്പെട്ട് നിൽക്കുക. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് സാധ്യമാണ്. പ്രാർത്ഥന, ധ്യാനം, ബൈബിൾ വായന, റിപ്പൻറ്റൻസ് ഓഫ് സിൻസ്, പശ്ചാത്താപം, പ്രായശ്ചിത്തം, കുമ്പസാരം, കുർബാന സ്വീകരണം, ബൈബിൾ വായന, ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം, ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആ പാതയിലേക്ക് നമ്മൾ വീഴും. ഇടുങ്ങിയ പാതയിലേക്ക് നമ്മൾ വീഴും. സന്തോഷത്തോടെ നമ്മൾ അതിൽ മുന്നേറും. ഈ ഒരു ജ്ഞാനത്തിലേക്ക്, ഈ ഒരു തിരിച്ചറിവിലേക്ക് സർവേശ്വരൻ നമ്മളെ നയിക്കട്ടെ. ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഒരു വട്ടം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ട അരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.